CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ ഇന്ന് പൊതുചർച്ച നടക്കും. വിഭാഗീയതയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയും അനുഭാവികളുടെ കൊഴിഞ്ഞുപോക്കുമാണ് മുഖ്യ ചർച്ചാ വിഷയങ്ങളാവുക. വിവാദങ്ങൾ ഒഴിവാക്കി നിലവിലെ ജില്ലാ കമ്മിറ്റി തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത. കാസർഗോഡ് ജില്ലയിൽ അനുഭാവികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടെന്ന് പ്രവർത്തന റിപ്പോർട്ടിലൂടെ CPIM ജില്ലാ നേതൃത്വം തുറന്നു സമ്മതിച്ചിരുന്നു. പ്രാദേശിക നേതൃത്വങ്ങളുടെ പിടിപ്പുകേടാണ് ഇതിന് കാരണമെന്ന റിപ്പോർട്ടിലെ പരാമർശവും വിഭാഗീയതയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയുമാകും ഇന്ന് പ്രധാന ചർച്ചയാവുക. പാർട്ടിയുടെ ഉരുക്കുകോട്ടകളിൽ പോലും BJP വേരുറപ്പിക്കുന്നത് സംബന്ധിച്ചും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിനെ അതിജീവിക്കേണ്ടതിനെക്കുറിച്ചും ചൂടേറിയ ചർച്ചയുണ്ടാകും. ബേഡകത്തെയും നീലേശ്വരത്തെയും വിഭാഗീയത കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച സംഭവിച്ചുവെന്ന ഗുരുതരമായ ആരോപണം ഒരു വിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യത ഏറെയാണ്. നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് കാഞ്ഞങ്ങാട് ഏരിയയിൽ നടന്ന മത്സരവും ചർച്ചയാകും. ബേഡകത്തെ വിമതർ ഉൾപ്പെടെയുള്ളവരെ പ്രതിനിധികളാക്കാത്തതിനാൽ വിഭാഗീയത സംബന്ധിച്ച ചർച്ചകൾ രൂക്ഷമാകാൻ സാധ്യതയില്ലെന്നാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ പ്രതീക്ഷ. എന്നാൽ വോട്ട് ചോർച്ചയ്ക്കും കൊഴിഞ്ഞുപോക്കിനും വിഭാഗീയതയ്ക്കും ജില്ലാ നേതൃത്വം പഴി കേൾക്കേണ്ടി വരും. പാർട്ടി അംഗസംഖ്യാ വർധനവിന് ആനുപാതികമായി ഇക്കുറി ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മത്സരം ഒഴിവാക്കി നിലവിലെ ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ തന്നെ ഇത്തവണയും തുടരാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. റിപ്പോർട്ടർ, കാസർഗോഡ്.